ഹായ് നമസ്കാരം. KKR vs GT. KKR ഏകദേശം ഒരു രാജസ്ഥാൻ്റെ പാതയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബാറ്റ്സ്മാൻമാരും ഫോമിലല്ല, ബോളേഴ്സ് ആരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല. ഈവൻ നരേനും വരുൺ ചക്രവർത്തിയും പോലും വിചാരിക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് കൊടുക്കുന്നില്ല. ആകെ ബാറ്റ് ചെയ്യുന്നത് രഹാനെ എന്ന് പറയുന്ന ഒരു ബാറ്റ്സ്മാൻ മാത്രമാണ്. അതുപോലെ തന്നെ മാനേജ്മെൻ്റ് ആയാലും കോച്ചായാലും എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒരു വെളിവില്ലാത്ത രീതിയിലുള്ള, ഒരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. മറുഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ GT ഈ സീസണിൽ അവർ ആദ്യം തൊട്ട് കളിച്ചു വരുന്ന രീതി തന്നെ ആ ഒരു മനോഹരമായിട്ടുള്ള പെർഫോമൻസ് അവർ തുടർന്നിങ്ങനെ കൊണ്ടുപോവാണ്. വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, അതിൻ്റെ എക്സിക്യൂഷൻസ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് എല്ലാം കൊണ്ടും GT വേറെ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വീണ്ടും ഒരുപടി മുകളിലേക്ക് കയറിയിട്ട് ഫോമിൽ ഇല്ലാതിരുന്ന ആൾക്കാർ വരെ അവരുടെ ഫോമിലേക്ക് വന്ന് ഇരിക്കുകയാണ്. ഇപ്പോൾ റാഷിദ് ഖാൻ ഇന്ന് മികച്ചൊരു പെർഫോമൻസ് കൊടുത്തു. സോ മൊത്തത്തിൽ GT ഒരു പ്ലേ ഓഫിലേക്ക് അടുക്കും തോറും ഇങ്ങനെ വീര്യം കൂടി വരുന്ന ഒരു വീഞ്ഞ് പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് GT. ഈ ഒരു മാച്ചിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ശനി ഞായറും എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല. 4 മാച്ചസ് എനിക്ക് മിസ്സായി. ഈസ്റ്ററിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തിരക്ക് മൂലമാണ്. അതുകൊണ്ട് സോറി. അതിൻ്റെ വീഡിയോസ് പിന്നീട് ചെയ്യുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് ചെയ്യാതിരുന്നത്. കാരണം അടുത്തടുത്ത മാച്ചുകൾ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രസക്തി ഇല്ലാതായി പോകുന്നുണ്ടല്ലോ. എന്തായാലും നമുക്ക് ഈ മാച്ചിൻ്റെ ഡീറ്റെയിൽസിലേക്ക് തിരിച്ചു വരാം. ടോസ് കിട്ടിയിട്ട് KKR ആണ് GT ബാറ്റിങ്ങിന് അയച്ചത്. GT ബാറ്റിങ്ങിൽ വന്നിട്ട് സായ് സുദർശനും ഗില്ലും എപ്പോഴത്തെ പോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള സ്റ്റാർട്ട്. സോളിഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും കുറ്റവും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ക്ലാസിക് ആയിട്ടുള്ള ബാറ്റിംഗ് ഡിസ്പ്ലേ. സായ് സുദർശൻ ആയാലും ശരി. ആദ്യമേ ഗില്ല് കുറച്ച് സ്ലോ ആയിരുന്നു. സായ് സുദർശനാണ് പവർ പ്ലേയിൽ കുറച്ചൊക്കെ ഒരു റിസ്ക് എടുത്ത് കളിക്കാനായിട്ട് നല്ല ഷോട്ട്സ്, കവറിലൂടെയും അതുപോലെ തന്നെ സ്ട്രൈറ്റ് ഡ്രൈവ് എന്നുകൊണ്ട് ക്ലാസിക് ആയിട്ടുള്ള പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സ് കളിച്ചിട്ടുണ്ടാണ് സായ് സുദർശൻ പവർ പ്ലേ മുന്നോട്ട് കൊണ്ടുപോയത്. അതേസമയം അതിനുശേഷം ഗില്ല് ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് നന്നായിട്ട് അഗ്രസീവായിട്ട് കളിക്കാനായിട്ട് തുടങ്ങി. സായ് സുദർശൻ ഒരു 50 റൺ അടിച്ചിട്ട് ഔട്ടായി. ഗില്ല് അത് തുടർന്ന് കൊണ്ടുപോയി ഒരു 90 റൺസ് ഇന്ന് അടിക്കാനായിട്ട് സാധിച്ചു. ആ ഒരു ടോപ്പ് 3 തന്നെയാണ് ഇവർക്ക് വീണ്ടും പെർഫോമൻസ് കൊടുക്കുന്നത്. ജോസ് ബട്ട്ലർ ഇന്നും അടിച്ചൊരു 41 റണ്ണ്. RR ഫാൻസ് ഇരുന്ന് തീർച്ചയായിട്ടും നെഞ്ചുരുകുന്നുണ്ടായിരിക്കും ഇതൊക്കെ കണ്ടിട്ട്. അടിപൊളി ബാറ്റിംഗ് ആയിരുന്നു ജോസ് ബട്ട്ലർ. വന്ന ഉടനെ അഗ്രസീവായിട്ട് കുറച്ച് ഷോട്ട്സ് കളിച്ചു. ആ ഒരു ഫ്ലോ, അവരടിച്ച് വന്നതിൻ്റെ ആ ഒരു ഫ്ലോ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ജോസ് ബട്ട്ലറിന് പറ്റി. അവസാനത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു 210 എത്തേണ്ടിയിരുന്ന ഒരു സ്കോർ ആയിരുന്നു. പക്ഷേ അവിടെ എത്താൻ പറ്റിയില്ല. കുറച്ചൊന്ന് സ്ലോ ആയി. എങ്കിൽ പോലും റിസൾട്ടിലേക്ക് വരുമ്പോൾ ഈ സ്കോർ തന്നെ വളരെ വലുതായിരുന്നു KKRനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഇനി KKRന്റെ ബാറ്റിങ്ങിലേക്ക് വന്നാൽ അജിങ്ക്യ രഹാനെ ഒഴിച്ചു ബാക്കി ഒരു ബാറ്റ്സ്മാൻമാരും ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇന്ന് കാണിച്ചതേ ഇല്ല. ഗുർബാസ് ഇപ്പോൾ ഡീകോക്കിന് പകരം ഗുർബാസിനെ കൊണ്ടുവന്നു. ഗുർബാസ് ആദ്യം തന്നെ ഔട്ടായി. അതിനുശേഷം സുനിൽ നരേൻ വലിയൊരു ചലനം ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. പിന്നീട് വന്ന് വെങ്കടേഷ് അയ്യർ ആയാലും അതിനുശേഷം രമൺദീപ് ആയാലും റിങ്കു സിംഗ് ആയാലും വളരെ ഓർഡിനറി ആയിട്ടുള്ളൊരു ക്രിക്കറ്റാണ് ഇന്ന് കളിച്ചത്. ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഇത്രയും സ്കോർ ചേസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി ആക്സിലറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻറ്റ് കാണിക്കാനോ ഒരു ബാറ്റ്സ്മാൻമാന് ശരിക്കും പറഞ്ഞാൽ പറ്റില്ല. ആകെ കാണിച്ച രഹാനെ മാത്രമാണ്. റസൽ എന്തോ ട്രൈ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ സ്പിൻ ബോളിങ്ങിൻ്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റാതെ റസലിനും മടങ്ങേണ്ടി വന്നു. അതാണ് ഈ കൊൽക്കത്ത ബാറ്റിങ്ങിൻ്റെ ഒരു റിയാലിറ്റി ഇന്ന് സംഭവിച്ചത്. അതിലെനിക്ക് ഏറ്റവും ദഹിക്കാൻ പറ്റാത്തൊരു കാര്യം ഈ രഘുവംശിയെ ഏറ്റവും അവസാനം കൊണ്ട് ഇറക്കിയതാണ്. അതായത് നരേൻ ഔട്ടായി കഴിഞ്ഞിട്ട് രഹാനയുടെ കൂടെ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് വരേണ്ട ഒരു ബാറ്റ്സ്മാനാണ്. ആ ഒരു പോയിന്റിൽ വരേണ്ട ഒരു ബാറ്റ്സ്മാനാണ്. ഏതൊരാൾക്കും കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നത്, ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കിയാൽ എല്ലാം മനസ്സിലാവുന്നത് അവിടെ രഘുവംശി വരേണ്ടതാണ്. രഘുവംശി അവിടെ വന്നില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞ് രമൺദീപ് സിംഗും കഴിഞ്ഞിട്ട് മോയിൻ അലിയും കഴിഞ്ഞിട്ടാണ് രഘുവംശി ഇന്ന് ബാറ്റ് ചെയ്യാണ്ട് വരുന്നത്. ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. കാരണം അതൊരു വലിയ മണ്ടത്തരമായിരുന്നു. അവിടെ രഘുവംശി വന്നിരുന്നുണ്ടെങ്കിൽ അജിങ്ക്യ രഹാനയുടെ കൂടെ രഘുവംശി ആ ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ. അവസാനം വന്നിട്ട് പോലും ആ പയ്യൻ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്. അവനെ നന്നായിട്ട് മിഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കളികളിൽ പ്രൂവ് ചെയ്തതാണ്. പിന്നെയും എന്താ അവനെ അവിടെ ഇറക്കാൻ? വെങ്കടേഷ് അയ്യർ ഈ ഒരു സീസണിൽ ഇതുവരെ നല്ലൊരു ഇന്നിങ്സ്, ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല. അങ്ങനെ ഒരു ബാറ്റ്സ്മാനെ ഇറക്കി വിടുന്നതിന് പകരം അവിടെ തീർച്ചയായിട്ടും രഘുവംശി തന്നെയായിരുന്നു വേണ്ടത്. അതൊരു വലിയൊരു ബ്ലണ്ടർ ആയിപ്പോയി. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് KKRന്റെ ഫീൽഡിങ് വളരെ മോശം ഫീൽഡിങ്. മൊത്തത്തിൽ ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്യുന്നതായാലും ഫീൽഡിൽ മൊത്തത്തിലായാലും വളരെ ലേസി ആയിട്ടുള്ള ഫീൽഡിങ്. ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലുള്ള ഫീൽഡിങ്. പ്രത്യേകിച്ച് ജോസ് ബട്ട്ലറിന്റെ ക്യാച്ചൊക്കെ വിട്ടത്, അതുപോലൊരു ക്യാച്ച് വിട്ടിട്ട് അവിടുന്ന് കളി പിടിക്കാൻ എങ്ങനെ KKRന് പറ്റുമെന്ന് പറയുന്നത്. ഇത്രയും ക്യാച്ചസ് വിട്ടിട്ട് ഇത്രയും അവസരങ്ങളും ഫീൽഡിങ്ങിലൊക്കെ ഇത്ര ലേസി ആയിട്ട് നിന്നിട്ട് വെരി ബാഡ് ഫീൽഡിങ്. മൊത്തത്തിലുള്ള ഇവരുടെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ വളരെ നെഗറ്റീവ് ആയിരുന്നു KKRന്റെ ഇന്നത്തെ. ഇനി GTയുടെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ പ്രസിദ്ധ് കൃഷ്ണ വേറെ ലെവലിലാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഇന്നും ഒരു അറൗണ്ട് 6 എക്കോണമി ഉള്ളത്. അതുപോലെ തന്നെ 2 വിക്കറ്റ് കിട്ടും. അതുപോലെ തന്നെ റാഷിദ് ഖാൻ തിരിച്ച് ഫോമിലേക്ക് വന്നു. ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ റൺസ് വളരെ കുറച്ചാണ് കൊടുത്തത്. സോ GTയുടെ ബോളിംഗ് ഇങ്ങനെ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ പെർഫോം ചെയ്ത ആൾക്കാർ വരെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രസിദ്ധ് കൃഷ്ണയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. വേറെ
ലെവലിലാണ് എറിയുന്നത്. അതായത് ബാറ്റ്സ്മാന് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഭയങ്കര അഗ്രസീവായിട്ട് നമ്മൾ രാജസ്ഥാൻ റോയൽസിലൊക്കെ കണ്ടൊരു പ്രസിദ്ധ് കൃഷ്ണയെ അല്ല ഇപ്പോൾ അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ. ഇനി രണ്ട് ടീമിൻ്റെ ഫേസസ് ഒന്ന് കമ്പയർ ചെയ്യാം. ഫേസസ് കമ്പയർ ചെയ്യാനായിട്ട് KKRന്റെ ബാറ്റിങ്ങിലൊന്നുമില്ല, എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അതായത് പവർ പ്ലേയിൽ GT അടിച്ചത് 45 റണ്ണാണ് 0 വിക്കറ്റിൽ. അതിനുശേഷം 10 ഓവർ ആയപ്പോഴത്തേക്ക് 88 റൺ അടിച്ചു, അപ്പോഴും വിക്കറ്റ് നഷ്ടപ്പെട്ടില്ല. 15 ഓവർ ആയപ്പോഴത്തേക്ക് 139 അടിച്ചു GT, അപ്പോൾ ഒരു വിക്കറ്റേ നഷ്ടപ്പെട്ടുള്ളൂ. അത്ര സ്ട്രോങ് ആയിട്ടാണ് അവർ 15ാമത്തെ ഓവർ വരെ വന്നത്. അതിനുശേഷം 198 അവർ ഫിനിഷ് ചെയ്ത് 20 ഓവറിൽ. ആ ഒരു ലാസ്റ്റ് 5 ഓവറിൽ 59 റണ്ണേ വന്നുള്ളൂ. അപ്പോൾ അവിടെ കുറച്ചും കൂടെ അഗ്രസീവ് ആയിരുന്നു എന്നുള്ളൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ KKR ആ ഒരു രീതിയിൽ ചേസ് ചെയ്ത് വന്നിരുന്നുണ്ടെങ്കിൽ, പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. ഇനി KKRലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പവർ പ്ലേ മോശമായിരുന്നു, 2 വിക്കറ്റ് നഷ്ടപ്പെട്ടു, 45 റണ്ണാൻ അടിച്ചു. 10 ഓവർ ആയപ്പോഴത്തേക്ക് ആ ഒരു പവർ പ്ലേ കഴിഞ്ഞിട്ട് 10 ഓവർ വരെയുള്ള 4 ഓവർ വളരെ റണ്ണ് കുറഞ്ഞു. അവിടെ വെങ്കടേഷ് അയ്യർ വന്നിട്ട് ഒരുപാട് ബോൾ തിന്നു. അപ്പോൾ അവർ ഒരു 68 റണ്ണേ അടിക്കാൻ പറ്റുള്ളൂ 10 ഓവർ ആയപ്പോഴത്തേക്ക്. 15 ഓവർ ആയപ്പോഴത്തേക്ക് വീണ്ടും ഒരു കുറച്ച് സ്കോർ ചെയ്ത് വന്നിട്ട് 114 എന്ന് പറഞ്ഞൊരു റണ്ണിലേക്ക് എത്താനായിട്ട് പറ്റി. പക്ഷേ അപ്പോഴത്തേക്ക് 4 വിക്കറ്റ് പോയിരുന്നു. ഇനി അവിടുന്ന് 20 ഓവർ ആയപ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും 4 വിക്കറ്റ് പോയിട്ട് മൊത്തം 8 വിക്കറ്റ് നഷ്ടപ്പെട്ടു. അതായത് കറക്റ്റായിട്ട് അവർക്ക് വിക്കറ്റ് അടിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം വിക്കറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. റിങ്കു സിംഗിനൊന്നും ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഫിനിഷർ റോളിൽ വരേണ്ട അവരുടെ ഒരു മെയിനായിട്ടുള്ള പ്ലേയേഴ്സ് ആയിട്ടുള്ള റിങ്കു സിംഗ്, അതുപോലെ തന്നെ റസൽ, ഈ രമൺദീപ് സിംഗ്, ഇവർക്ക് 3 പേർക്കും പെർഫോം ചെയ്യാനേ പറ്റുന്നില്ല. ഈ സീസൺ ഉടനീളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള പെർഫോമൻസ് ഇവരുടെ ഒരു ഫിനിഷേഴ്സ് കൊടുത്തിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫിനിഷിംഗ് ലൈനപ്പ്, ഇവരുടെ മിഡിൽ ആൻഡ് ഫിനിഷിംഗ് ആയിരുന്നു ഏറ്റവും കൂടുതൽ റേറ്റ് ചെയ്തിരുന്നത് എല്ലാവരും. കാരണം നല്ല പ്ലേയേഴ്സ് റസലും റിങ്കു സിംഗും അതുപോലെ രമൺദീപ് സിംഗും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലാത്തൊരു ബാക്ക് എൻഡ് ബാറ്റിംഗ് ഇവർ കൊണ്ടുവന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ടോട്ടലി അത് റോങ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ പെർഫോമൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ KKRനെ സംബന്ധിച്ച് എല്ലാം റോങ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നരൈൻ കറക്റ്റ് ആയിട്ടുള്ള ഫോമിലേക്ക് വരുന്നില്ല, ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലും പ്രതീക്ഷ ഒരു ഇമ്പാക്റ്റ് വരുന്നില്ല. റസൽ ഫോമിലേക്ക് വരുന്നില്ല, അതുപോലെ തന്നെ റിങ്കു സിംഗ് ഫോമിലേക്കില്ല. അതുപോലെ തന്നെ ഗുർബാസിനെ കൊണ്ടുവന്നു, ഡീകോക്ക് ഫോം അല്ലാത്തതുകൊണ്ട് ഗുർബാസിനെ കൊണ്ടുവന്നു, ഗുർബാസും പെട്ടെന്ന് ഔട്ടാവുന്നു. മൊത്തത്തിലെല്ലാം തകിടം മറിഞ്ഞ് കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് രഹാനെ മാത്രമേ അവർക്ക് പെർഫോം ചെയ്യുന്നുള്ളൂ. ഇനി ഒരു തിരിച്ചുവരവ് ഈ സീസണിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ഒരു മാച്ച് കൊണ്ട് കഴിയുമ്പോഴത്തെ റൺ റേറ്റിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് KKRന്റെ ഈ സീസണിലെ പ്രതീക്ഷകൾ ഏകദേശം അവസാനിച്ച മട്ടാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം, അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി GTയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ മാച്ച് കഴിയുമ്പോഴും കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരുന്നൊരു ടീമായിട്ട് GT മാറിക്കൊണ്ടിരിക്കുകയാണ്. റാഷിദ് ഖാൻ ഇന്ന് നല്ല പെർഫോമൻസ് വന്നു. ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി നല്ല സോളിഡാണ്. അതുപോലെ തന്നെ അവരുടെ പ്ലാൻസ്, എക്സിക്യൂഷൻസ് എല്ലാം പെർഫെക്റ്റ് ആണ്. ബോളേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഓരോ സാഹചര്യത്തിൽ വന്നിട്ട് അവരൊന്ന് പെർഫോം ചെയ്ത്, സായ് കിഷോർ ആയാലും പ്രസിദ്ധ് കൃഷ്ണ ആയാലും സിറാജ് ഫസ്റ്റ് ഓവേഴ്സിൽ കൊടുക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ്, മൊത്തത്തിൽ GT ഒരു സ്ട്രോങ് ആയിട്ട് ടീമായിട്ട് അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മൊമെൻ്റ് അവർക്ക് കീപ്പ് ചെയ്ത് പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ടീം തന്നെയാണ് GT. അപ്പോൾ ഇതൊക്കെയാണ് KKR vs GT മാച്ചിനെ പറ്റിയിട്ടുള്ള തോട്ട്സ്, അഭിപ്രായങ്ങളൊക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ശനി ഞായറും വീഡിയോ ഇടാൻ പറ്റാത്തതിൽ വീണ്ടും ക്ഷമ ചോദിക്കുന്നു. ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും IPL റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.